വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതുടെ കാര്യത്തിൽ മോശമായ കമന്റിട്ട പവിത്രൻ എ എന്ന ഡെപ്യൂട്ടി തഹസിൽദാർക്ക് ഇപ്പോൾ സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. കാസർഗോഡ് ജില്ലാ കളക്ടറാണ് ഇയാളുടെ പേരിൽ നടപടി എടുത്തിരിക്കുന്നത്. വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ ആണ് ഈ മനുഷ്യൻ. ഇയാളാണ് രഞ്ജിതയെക്കുറിച്ച് ഒരുപക്ഷെ ഇത് രണ്ടാം തവണയാണ് ഇത്തരമൊരു സസ്പെൻഷൻ അടിച്ചു വാങ്ങുന്നത്. മനുഷ്യത്വഹീനമായ നടപടിയാണ് ഈ പവിത്രൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇപ്പോൾ അരുൺ പാറയ്ക്കൽ ടെലിഫോണിൽ ചേരുന്നു കാസർഗോഡ് നിന്ന്. അരുൺ, യഥാർത്ഥത്തിൽ ഈ പവിത്രനൊരു ദിവ്യപുരുഷനാണല്ലോ, ഇങ്ങനെയുള്ള കമന്റുകൾ നിരന്തരം ഇട്ട് സസ്പെൻഷൻ അടിച്ചു വാങ്ങിച്ച് നാട്ടുകാരുടെ ശത്രുവാകുന്നുണ്ടല്ലോ. അത് തന്നെയാണ്. തുടർച്ചയായി സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ള കമന്റുകൾ അദ്ദേഹം നടത്തുന്നു എന്നുള്ള, ഇത്തരത്തിലുള്ള മോശം പരാമർശങ്ങൾ നടത്തുന്നു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാറാണ് ഈ പവിത്രൻ. കാസർഗോഡ് ജില്ലാ കളക്ടർ അല്പസമയം മുമ്പ് തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതായി അറിയിച്ചു. ഇത് രണ്ടാം തവണയാണ് ഈ പവിത്രന് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ, അതായത് സസ്പെൻഷൻ നടപടികൾ എടുക്കേണ്ടി വരുന്നത്. രഞ്ജിതയെ ആക്ഷേപിച്ചുകൊണ്ടാണ് വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ കമന്റ് ഇട്ടത്. അതൊരു വ്യക്തി ഈ ഒരു അപകടത്തെക്കുറിച്ച് നടത്തിയ ഒരു പരാമർശത്തിന് അതിന് താഴെ പോയി ഫേസ്ബുക്കിലൂടെ മോശം പരാമർശം നടത്തുകയായിരുന്നു. ആ മോശം പരാമർശം നമുക്ക് ഓണെയർ പോലും പറയാൻ സാധിക്കാത്ത രീതിയിലുള്ളതാണ്. അത്തരം അസഭ്യമായൊരു രീതിയായിരുന്നു ഇയാളുടെ പോസ്റ്റിൽ ഉണ്ടായിരുന്നത്. കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരനെതിരെയും നേരത്തെ മോശം പരാമർശം നടത്തിയിരുന്നു. ജോയിന്റ് കൗൺസിൽ മുൻ സംസ്ഥാന നേതാവ് കൂടിയാണ് ഈ പവിത്രനെതിരെ അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ പോലും നല്ല അഭിപ്രായമില്ല എന്നാണ് പറയുന്നത്. നമ്മൾ സഹപ്രവർത്തകരുമൊക്കെ ആയി സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിലൊക്കെ അവർ ഇക്കാര്യം നമ്മളോട് സൂചിപ്പിച്ചിരുന്നു. ഈ തുടർച്ചയായി ഇത്തരത്തിലുള്ള മോശം പരാമർശങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ ജാതി അധിക്ഷേപങ്ങളൊക്കെ നടത്തുന്നു എന്ന തരത്തിലാണ് സഹപ്രവർത്തകരും പറയുന്നത്. എന്തായാലും നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. ഇത് രണ്ടാം തവണയാണ് പവിത്രന് സസ്പെൻഷൻ ലഭിക്കുന്നത്. ഉടൻ തന്നെ പോലീസിലും പരാതി എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SK ഒരു സംശയം കൂടി. യഥാർത്ഥത്തിൽ ഈ നാട് മുഴുവൻ അവരുടെ ആ വേദനയിൽ, ആ കുടുംബത്തിൻ്റെ വേദനയിൽ പങ്കെടുത്തിരിക്കുമ്പോൾ, അത് മാത്രമല്ല രഞ്ജിത്ത് ഒരു കണ്ണീർ ഓർമ്മയായി പുല്ലാട്ടുകാർക്ക് വലിയ ഓർമ്മയായിട്ട് മാറുന്ന സമയത്ത് ഇത്തരമൊരു പോസ്റ്റ് ഇടാൻ ഇയാൾ എങ്ങനെ ധൈര്യം കാണിച്ചു എന്നുള്ളതും വലിയൊരു ചർച്ചാ വിഷയമാണ്. മാത്രമല്ല ഇദ്ദേഹം കുടുംബമൊക്കെ ഉള്ള ആൾ തന്നെയാണോ ഈ മനുഷ്യൻ? SK കുടുംബമൊക്കെ ഉള്ള ആളാണ്. ആദ്യം ഹോസ്ദുർഗ് തഹസിൽ താലൂക്ക് ഓഫീസിലായിരുന്നു ജോലി ചെയ്തത്. പിന്നീടാണ് വെള്ളരിക്കുണ്ടിലേക്ക് മാറ്റം കിട്ടിയത്. ഈ കാഞ്ഞങ്ങാടായിരുന്നു ആദ്യഘട്ടത്തിൽ താമസം. പിന്നീട് ഇപ്പോൾ നീലേശ്വരം തൈക്കടപ്പുറം ഭാഗത്തേക്ക് താമസം മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കുടുംബമൊക്കെ ഉണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ചില മാനസിക പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടെന്ന് സഹപ്രവർത്തകർ വ്യക്തമാക്കുന്നു. ജാതി അധിക്ഷേപം നടത്തുക, സമൂഹ മാധ്യമത്തിലൂടെ മോശം പരാമർശങ്ങൾ നടത്തുക എന്നത് അദ്ദേഹം സ്ഥിരമായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഇങ്ങനെ സ്ഥിരമായി ഇതൊരു വിവാദമായി കഴിഞ്ഞാൽ ഈ ചന്ദ്രശേഖരനെതിരെയും ഇദ്ദേഹം മോശം പരാമർശം നടത്തിയിരുന്നു. അന്നും ഒരു സസ്പെൻഷൻ കിട്ടിയെന്ന് തോന്നുന്നു. എന്തായാലും വഴിയിലെങ്ങാണം വെച്ച് ഇദ്ദേഹത്തിന് എപ്പോഴെങ്കിലും ഈ സസ്പെൻഷൻ കഴിഞ്ഞ് റോഡിലെങ്ങാണം വെച്ച് കാണുവാണെങ്കിൽ നമ്മുടെ നടൻ ബൈജു പറയുന്ന കാര്യം ഒന്ന് ഓർമ്മിച്ചാൽ ഇത്തിരി മര്യാദ വേണ്ടേ?